ഫുട്ബോൾ ആരാധകരുടെ ഏറ്റക്കുറച്ചില്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിന്, പക്ഷെ വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ ഒന്നും കൂടി ഡീപ്പായിട്ട് നടന്നപ്പോഴാണ് ഒന്നും കൂടി കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരം കിട്ടിയത്. നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. അതായത് ഒരു 2006 സമയത്തൊക്കെ നമ്മളെ നാട്ടിൽ ഒരു 50% ആൾക്കാർ അർജന്റീനക്കാരും 47% ആൾക്കാർ ബ്രസീലിന്റെയും ഫാൻസ് ആയിരുന്നു. അതായത് അന്ന് അർജന്റീന ബ്രസീൽ ഫാൻസ് ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2006 സമയത്തൊക്കെ വെറും 3% മറ്റുള്ളവർ. അതന്നെ ഈ മറ്റുള്ളവർ പറഞ്ഞാൽ 98-ല് ഫ്രാൻസ് ജേതാക്കളായപ്പോ കുറച്ച് ഫ്രാൻസിന്, അതുപോലെ തന്നെ ഈ സെനഗല്, അതുപോലെ ഈ സൗദി അറേബ്യക്കൊക്കെ അന്നം തരുന്ന നാട് എന്നൊക്കെ പറഞ്ഞ അന്ന് ബോർഡൊക്കെ വെച്ചുകൊണ്ട് ചെറിയ ചെറിയ പല നാട്ടും പുറത്തൊക്കെ ചെറിയ രൂപത്തിലുണ്ടായിരുന്നു. പക്ഷെ കാലം പുരോഗമിച്ചപ്പോ ഒരു വലിയ മാറ്റം നാട്ടിലൊക്കെ ഇറങ്ങി വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നേരത്തെ കുറിച്ച് വീഡിയോ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ബ്രസീലിന് തന്നെയാണ്. ഏകദേശം 20% അവരുടെ ഫാൻസിന് വലിയ കുഴച്ചിൽ വന്നിട്ടുണ്ട്. അത് മിക്ക ആളുകളും പോയിട്ടുള്ളത് CR7 ബലത്തില് പോർച്ചുഗൽക്കാണ്. അതായത് മെസ്സി, അർജന്റീനയിലെ മെസ്സിക്ക് ബദല് എന്നുള്ളൊരു ഇതില് CR7 ഉദിച്ചു കയറുകയും ചെറിയ കുട്ടികളുടെ അടക്കം വലിയ ഒരു തരംഗം ഉണ്ടാവുകയും ചെയ്തതോടുകൂടി അതിന്റെ വലിയ ഇത് സംഭവിച്ചുകൊണ്ടത് ബ്രസീലിനാണ്. നെയ്മറൊക്കെ വന്നിക്കണമെങ്കിലും അതിനെ CR7 പ്രഭാവത്തിനെ മറികടക്കാൻ ഒരിക്കലും നെയ്മറിനും ബ്രസീലിനും കഴിഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ടീമുകൾ ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്, സ്പെയിന് ഒക്കെ, ഇപ്പൊ ജപ്പാനൊക്കെ ഒരു 2006 ഞാൻ ജപ്പാന്റെ ഫാൻസ് ആയിരുന്നു. ഈ ജപ്പാനൊക്കെ പറഞ്ഞാല് ഏഷ്യൻ ശക്തികൾ എന്നുള്ളവർക്ക് കുറച്ച് ആൾക്കാര്, വളരെ അപൂർവ ആൾക്കാർ, നാട്ടുപുറത്ത് 2-3 ആൾക്കാര് ഒക്കെ ജപ്പാനുണ്ട്. അതുപോലെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇപ്പൊ മൊറോക്കോക്ക് കുറച്ച് ഫാൻസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം തിരക്കടില്ലാത്ത ഫാൻസുകള് ചില ഗല്ലികളിലൊക്കെ അവരെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ട്. ബെൽജിയത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഇത് കുറച്ചില് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അർജന്റീനക്ക് ഒരു 10-12% ഈ 2006 അന്നത്തെ അന്നും ഇന്നും കളി കാണുന്ന നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഫാൾട്ട് പറ്റി ഒന്നും കൂടി ഡീപ്പായിട്ട് വെച്ചത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. 20% ഏകദേശം നാട്ടില് പോർച്ചുഗലിന് ഫാൻസ് ഉണ്ട്. അപ്പോ CR7 വിരമിക്കുകയും ഇതൊക്കെ ആകുമ്പോൾ അത് അതേമാതിരി കൊഞ്ഞു പോകുമെന്നറിയില്ല. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഈ പ്രാവശ്യം അഥവാറ്റെങ്ങാനും പോർച്ചുഗൽ കപ്പെടുക്കുകയും അടുത്ത റൗണ്ടിലൊക്കെ ബ്രസീൽ പോവുകയും ചെയ്യുക, ബ്രസീലിന് നാട്ടിൽ ഫാൻസ് ഇനിയും കുറയാന് ചാൻസ് ഉണ്ട്. അർജന്റീനക്ക് വലിയ ക്ഷീണം വരാനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ ഇനി ഫ്രാൻസൊക്കെയാണ് കപ്പെടുക്കുന്നുണ്ടെങ്കിൽ ഫ്രാൻസിനും നല്ലൊരു ശതമാനം, ഈ 15-ൽ അത്യാവശ്യം തിരക്കടില്ലാത്ത ശതമാനം ഫ്രാൻസിന് ഉണ്ട്. നാട്ടുമ്പുറത്തൊക്കെ ഇപ്പോ എനിക്ക് തോന്നുന്നു അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ കഴിഞ്ഞാൽ പിന്നെ അധികം ബോർഡും ഇതൊക്കെ കണ്ട് ഫ്രാൻസിന്റെ ആണ്. പലർക്കും പല, എന്റെ കാഴ്ചയിൽ അങ്ങനെയാണ് കണ്ടത്. സ്പെയിനിലും ഉണ്ട്, ഇംഗ്ലണ്ടിന്റെ ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതലും ഉള്ളത് അതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.